നമ്മൾ ആഗോള വാർത്തകൾ ശ്രദ്ധിക്കുമ്പോൾ ഭക്ഷണത്തിലും വസ്ത്രത്തിലും മറ്റുള്ള കാര്യങ്ങളിലും മതം കയറ്റിവിടുന്ന ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ഭൂമിയിലടക്കം മനുഷ്യന് ജന്മം കഴിഞ്ഞ് മരണം വന്നു കഴിഞ്ഞാൽ 6 അടി മണ്ണിൽ പോലും ഒരു മതത്തിന്റെ പേരിൽ ജിഹാദ് നടത്തുന്നതിനുള്ള ഒരു വേദിയായി വഖഫ് നിയമം നിന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മൊനമ്പൻ ജനത ഒത്തിരി ആവേശത്തോടെ ഇന്നത്തെ ഭാരത ഗവൺമെന്റിന് ശ്രീ നരേന്ദ്രമോദിക്കും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയ്ക്കും ഒത്തിരിയേറെ നന്ദി പറയുന്നു. ഈ ഒരു ദുരന്തത്തിൽ നിന്ന് മൊനമ്പം വഴി ഈ ഇന്ത്യയെ ജയിപ്പിച്ചതിന് അല്ലെങ്കിൽ വിജയിപ്പിച്ചതിന്. വഖഫ് എന്ന വിഷയത്തെക്കുറിച്ച് ആധികാരികമായി ഈ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ സംസാരിക്കാൻ കഴിവുള്ള പ്രത്യേക ക്ഷണിതാക്കളെ, ഈ യോഗത്തിന്റെ സംഘാടകരെ, നിങ്ങൾക്കേവർക്കും മൊനമ്പം കടപ്പുറം നിവാസികളുടെ ഒരു നീണ്ട നമസ്കാരം ഞാൻ പറയുകയാണ്. കാരണം കേരളത്തിലും ഇന്ത്യയിലും ഇന്ന് മൊനമ്പം എന്ന വാക്ക് കേട്ടാൽ അറിയപ്പെടുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, വഖഫ് എന്ന അധിനിവേശ നിയമത്തിന്റെ നീരാളിപ്പിടുത്തത്തിൽ മുങ്ങി അമർന്നുപോയ ഒരു ജനതയുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ 220 ദിവസത്തെ പ്രത്യക്ഷ സമരത്തിലാണ് നാം ഇന്ന് നിൽക്കുന്നത്. ഈ ദിനം തെരഞ്ഞെടുത്തതിന് ഇന്നത്തെ സംഘാടകരെ ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ്. കാരണം ഇന്നേക്ക് 6 വർഷം മുമ്പാണ്, ഒരു മെയ് 20-ന് ആണ് വഖഫ് നിയമം, നമ്മളിപ്പോൾ പഴയ നിയമവും പുതിയ നിയമവും പറഞ്ഞു. എന്റെ മുമ്പിലിരിക്കുന്ന പല ആളുകൾക്കും പഴയ നിയമവും പുതിയ നിയമവും ജോഷിയച്ചൻ പറയുന്ന ബൈബിളിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഇന്ന് ഇന്ത്യയിൽ പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും മറ്റൊരു ഭാഷ്യം വന്നിരിക്കുകയാണ്. നമ്മൾ നേരത്തെ കേൾക്കുന്ന ഒരു പഴയ നിയമവും പുതിയ നിയമവും ആളുകളെ രക്ഷിക്കാനാണെങ്കിൽ, നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്ന പഴയ നിയമവും പുതിയ നിയമവും ഒന്ന് ആളുകളെ കൊല്ലാനും പുതിയത് രക്ഷിക്കാനുമാണെന്ന് ഈ സദസ്സിൽ നിന്ന് പറയാൻ മൊനമ്പം ജനതയുടെ പ്രതിനിധിയായി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ കൂടി ഞാൻ ഈ സംഘാടകരെയും ഞങ്ങളുടെ മുമ്പിലുള്ള മൊനമ്പം നിവാസികളല്ലാത്ത എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. കാരണം ഞങ്ങൾക്ക് വേണ്ടി മറ്റെവിടെയും ഇത്രയ്ക്ക് ഒരുക്കത്തോടു കൂടി ഇത്രയും വിശിഷ്ട വ്യക്തികളെ ഒരുമിച്ച് കൂട്ടി എവിടെയെങ്കിലും ഒരു സമ്മേളനം നടന്നിട്ടുണ്ടെന്ന് എനിക്ക് അറിവില്ല. നേരത്തെ അധ്യക്ഷനും സ്വാഗത പ്രസംഗനും പറഞ്ഞതുപോലെ സമയം അതിക്രമിച്ചിരിക്കുന്നത് കൊണ്ട് മൊനമ്പം സമരം ഒരു മൊനമ്പംകാരന്റെ വീക്ഷണത്തിലൂടെ എങ്ങനെയാണെന്ന് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. മൊനമ്പം സമരം പ്രത്യക്ഷ സമരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിയമസമരം തുടങ്ങിയിരുന്നു, അല്ലെങ്കിൽ നിയമ പോരാട്ടം തുടങ്ങിയിരുന്നു. ആ നിയമ പോരാട്ടങ്ങൾ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു തെറ്റായ നിയമ ഉപദേശം കിട്ടിയതിന്റെ പേരിൽ മാത്രമാണ് ഈ സായം സന്ധ്യയിൽ നമ്മൾ ഈ വഖഫിന്റെ പുതിയ നിയമത്തെക്കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യാനും നമ്മൾ ഇവിടെ ഒത്തുകൂടാനും കാരണമായത്. കാരണം വഖഫ് ട്രൈബ്യൂണൽ പോകേണ്ടിയിരുന്ന കേസ് തെറ്റായ നിയമോപദേശത്തിലൂടെ കേരള ഹൈക്കോടതിയിൽ 5 or 6 റിട്ടുകളുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയും ഞാനടക്കമുള്ള എന്റെ മുമ്പിലിരിക്കുന്ന പലരുടെയും സമ്പാദ്യം അവിടെ ചെലവഴിക്കുകയും തെറ്റായ നിയമോപദേശം കിട്ടിയതിന്റെ പേരിൽ മനം മടുത്താണ് പ്രത്യക്ഷ സമരത്തിലേക്ക് മൊനമ്പം നിവാസികൾ വരുന്നത്. എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത്, സമരത്തിന്റെ ആദ്യ ദിനങ്ങളിലൊന്നും ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെയുള്ള ഈ വേദിയിലുള്ള സംഘാടകരിൽ ചിലരും എന്റെ മുമ്പിലുള്ള മറ്റു പല പരിചിത മുഖങ്ങളും 1-ാം ദിവസം മുതൽ അവിടെ ഉണ്ടായിരുന്നു. അതിന് നിങ്ങൾക്ക് ഞങ്ങളുടെ കൂപ്കൈ. അവരൊന്നും തന്നെ മറ്റൊരു രാഷ്ട്രീയത്തിന്റെ പേരിലോ മറ്റേതരം ലാഭത്തിന്റെ പേരിലല്ല ഞങ്ങളുടെ ഒപ്പം നിന്നത്. മൊനമ്പൻ ജനത ഇത് ഒരു നിയമപ്രശ്നമാണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ ഇതൊരു നിയമപ്രശ്നമാണെന്ന് മനസ്സിലാക്കുകയും മൊനമ്പൻ ജനതയുടെ ശബ്ദമാകാൻ കാത്തിരുന്ന ഒരു പ്രവാചക ശബ്ദമുണ്ടായിരുന്നു. അതാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്ന ജോഷി മയ്യാറ്റിലച്ചൻ.
കഴിഞ്ഞ സെപ്റ്റംബർ 27 വഞ്ചി സ്ക്വയറിൽ KLCയും KRLCCയും എന്നീ ലത്തീൻ സഭയുടെ സമുദായ സംഘടനകൾ സംഘടിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കൽ സമരത്തിൽ എനിക്ക് തോന്നുന്നു അതിന്റെ ശ്രദ്ധ മുഴുവൻ പോയത് മറ്റൊന്നിലേക്കായിരുന്നു. കാരണം എറണാകുളം പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ പ്രിയങ്കരനായ MP എന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്ന ശ്രീ ഹൈബി ഈഡൻ ജോഷിയച്ചൻ തുടക്കമിട്ട വഖഫ് മൊനമ്പം ഗ്രൂപ്പിന്റെ ഭാഗമായി ഏതോ ഒരു മനുഷ്യൻ അദ്ദേഹത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുകയും മൊനമ്പം ആളുകളുടെ സമരത്തിന്റെ ശ്രദ്ധ ക്ഷണിക്കൽ സമരമായി മാറേണ്ടിയിരുന്ന ആ വേദി അദ്ദേഹത്തിന്റെ വെള്ളപൂശാനുള്ള ഒരു വേദിയായി മാറ്റാൻ അതിന്റെ സംഘാടകരടക്കം ശ്രമിച്ചു എന്നുള്ളത് ചരിത്രരേഖയാണ്. അവിടെ വെച്ച് രണ്ട് വ്യക്തികളാണ് ഈ മൊനമ്പം സമരത്തിന്റെ കാര്യത്തിൽ വളരെ കൃത്യമായി നിലപാടെടുത്തത്. ഒന്ന് ഇന്ന് ഞങ്ങളുടെ കൺവീനറായി നിൽക്കുന്ന ശ്രീ ജോസഫ് ബെന്നിയും അതോടൊപ്പം തന്നെ അതിനേക്കാൾ വലിയ ശബ്ദമായി മാറിയത് മൊനമ്പം വേളാങ്കണ്ണി കടപ്പുറം മാതാ ഇടവകയുടെ വികാരി ഇന്നും അന്നുമായിരിക്കുന്ന ഫാദർ തോമസ് തറയിലച്ചനുമായിരുന്നു, ആന്റണി അച്ഛനുമായിരുന്നു, ക്ഷമിക്കുക. ആ ശ്രദ്ധ ക്ഷണിക്കൽ സമരത്തിലെ അജണ്ടകൾ പിന്നീട് പല വേദികളിലും ഇവിടെ ഇരിക്കുന്ന അഡ്വക്കേറ്റ് ജയശങ്കർ ആയാലും സാജൻ സക്രിയ ആണെങ്കിലും ജോഷിയച്ചനാണെങ്കിലും നമ്മളുടെ ഏവർക്കും പ്രിയങ്കരനായ സ്റ്റാലിൻ ദേവൻ സാറാണെങ്കിലും പൊളിച്ചടക്കിയിട്ടുണ്ടായിരുന്നു. മൊനമ്പംകാരുടെ പേരിൽ മറ്റെവിടെയോ ഉള്ള ഭൂമി വഖഫ് ബോർഡിന് തീരെഴുതാനുള്ള സമരത്തിന്റെ നാന്ദിയായിരുന്നു അതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് മൊനമ്പം പ്രത്യക്ഷ സമരത്തിലൂടെ പൊളിഞ്ഞു വീണതും പഴയ വഖഫ് നിയമത്തിന്റെ കിരാതത്വം നമ്മൾക്ക് വെളിവാക്കി തന്നതും. ഞാൻ ഇപ്പോഴും മൊനമ്പംകാരുടെ സമരത്തെക്കുറിച്ച് ബോധവാന്മാരല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം മൊനമ്പം സമരമില്ലായിരുന്നെങ്കിൽ ഈ പുതിയ വഖഫ് നിയമത്തിന് എതിരെ ഇവിടെയുള്ള ഇടതനും വലതനും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇവിടത്തെ മറ്റു ന്യൂനപക്ഷങ്ങളുടെ ഒപ്പം തോളോട് തോൾ ചേർന്ന് സമരം ചെയ്ത് ഭാരത ഗവൺമെന്റിനെതിരെ ഇതൊരു ഇന്ത്യാവിരുദ്ധ പ്രക്ഷോഭമാക്കാൻ വേണ്ടി കേരളം ഒരു സെന്ററായി മാറുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതിന് കഴിയാതിരുന്നത് മൊനമ്പം സമരമാണ്. മൊനമ്പം സമരത്തിന്റെ നീതിയുടെ ശബ്ദമാണ്. അവിടെ നിന്നും പ്രത്യക്ഷ സമരത്തിലേക്ക് വന്നിട്ട് ഇന്ന് 220 ദിവസമായി. മൊനമ്പം സമരം നമ്മുടെ കേരള സമൂഹത്തിന് വെക്കുന്ന 2-3 വാക്കുകളുണ്ട്. ഒന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന 10 മിനിറ്റാണ്. 10 മിനിറ്റ് എന്ന് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്കിപ്പോൾ വെള്ളാനകളുടെ നാട്ടിലെ കുതിരവട്ടം പപ്പുവിന് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ അത് എന്റെ കുറ്റമല്ല. കഴിഞ്ഞ 15-ാം തീയതി 10 മിനിറ്റിന്റെ ശബ്ദം നമ്മൾ ചെറായി ദേവസ്വം നടയിൽ ഉയർന്നു കേട്ടു. മൊനമ്പം പ്രശ്നം വഖഫ് അല്ല എന്ന് പറയുകയും അതോടൊപ്പം തന്നെ വഖഫ് നിയമത്തിലെ പഴുതുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ സെക്ഷൻസ് ഉപയോഗിച്ച് ഇത് പരിഹരിക്കാമെന്ന് പറയുന്ന മണ്ടൻ വാദത്തിന്റെ പേരാണ് 10 മിനിറ്റ്.